ദ റൈഡ് റിതേഷ് മേനോൻ സംവിധാനം ചെയ്ത് ആൻ ശീതൽ, സുധി കോപ്പ, മാലാ പാർവതി തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കുറച്ചുപേർ ചേർന്ന് ഒരു ഷെയർ ക്യാബിൽ യാത്ര ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ദ റൈഡ് എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഡീസന്റ് വൺ ടൈം വാച്ച് ത്രില്ലർ പടമാണിത്. മലയാളത്തിൽ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു സിനിമയുടേത്. ഇതിപ്പോ ഏത് ഭാഷയിൽ വേണമെങ്കിലും വർക്കാവുന്ന, ഏത് നാട്ടിലും ഏത് രാജ്യത്തും ഒരുക്കാവുന്ന ഒരു കഥയാണെന്ന് പറയാം. മലയാളത്തിൽ ഇങ്ങനെ ഒരു കഥയൊക്കെ വരുമ്പോൾ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കുക അല്ലെങ്കിൽ വിശ്വാസയോഗ്യമാക്കുക എന്നുള്ളത് കുറച്ച് പാടാണ്. അവരതിന് മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. തുടക്കത്തിലെ പടത്തിന്റെ ഒരു പോക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചില സ്റ്റീഫൻ കിങ് കഥകൾ സിനിമകളായിട്ട് വന്ന സിനിമകളൊക്കെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഗോളം എന്ന സിനിമയുടെ ഒരു വൈബും കിട്ടി. പക്ഷെ പടം അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സീനുകളല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ പടത്തിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു പോസിറ്റീവും ആശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ പടം കൃത്യം 1.25 മണിക്കൂർ കൊണ്ട് തീർന്നു. 2 മണിക്കൂറൊക്കെ ആക്കാൻ വേണ്ടി ചുമ്മാ പാട്ടുകളോ അല്ലെങ്കിൽ വളിച്ച കോമഡിയോ അനാവശ്യ സീനുകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അത് നന്നായിട്ടുണ്ടായിരുന്നു. പടം നല്ല സ്പീഡിലുമാണ് മുമ്പോട്ട് പോയതും ഉള്ള ബജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് തന്നെയാണ്. തുടക്കത്തിലെ സീനിലേക്ക് പടത്തിന്റെ അവസാനം കണക്ഷൻ കൊണ്ടുപോയത് കിടുവായിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലൈമാക്സും വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അഭിനയിച്ചവരുടെ പ്രത്യേകിച്ച് ചില താരങ്ങളുടെ മികച്ച പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പെർഫോമൻസിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ആൻ ശീതളിന്റേതാണ്. നിത്യ എന്ന ക്യാരക്ടറാണ് ആൻ ചെയ്തിരിക്കുന്നത്. പടം തീരുമ്പോഴേക്കും ആ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്, അത് കിടുവാണ്. ആ കഥാപാത്രത്തിന്റെ ഒരു ബേസിക് നേച്ചറിൽ നിന്നും തീരുന്നവരെ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതും നല്ല രീതിയിൽ കഥാപാത്രം സൃഷ്ടിച്ചതിന്റെ ഒരു ഗുണം തന്നെയാണ്. ആനിന്റെ പ്രകടനം പടത്തിന്റെ വലിയ കരുത്ത് തന്നെയാണ്. കാളിദാസ്, ഇഷ്ക് പോലെ അഭിനയിച്ച മിക്ക സിനിമകളിലും ഇതുപോലെ നല്ല ഇമ്പാക്ട് നൽകുന്ന ക്യാരക്ടേഴ്സ് ആണ് ആൻ കൂടുതലും ചെയ്യാറുള്ളത്. സോ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ സെലക്ഷൻ കിടുവാണെന്ന് പറയാം. കിട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും നീറ്റായിട്ട് ചെയ്യുന്ന നടനാണ് സുധി കോപ്പ. ഇതിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളിയും അനിൽ എന്ന ക്യാരക്ടർ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അതുപോലെ തന്നെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു താരമാണ് മാലാ പാർവതി. ഏത് ടൈപ്പ് റോൾ ആണെങ്കിലും പുള്ളിക്കാരുടെ കയ്യിൽ ഭദ്രമാണ്. ഇതിലെ ആഫീഫ എന്ന കഥാപാത്രം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കരയുന്ന പോർഷൻസ്, കഥ പറയുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജെസി എന്ന റോളിൽ വന്ന ഗോപിക മഞ്ജുഷ എന്നാണ് നടിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരിയും കൊള്ളാമായിരുന്നു. അലിയായിട്ട് വന്ന പ്രശാന്ത് മുരളിയുടെ പ്രകടനവും എടുത്തു പറയണം. കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മറ്റു ചില താരങ്ങൾ കൂടി പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിലെ പടം ഡീസന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തസദുഖ് ഹുസൈൻ ആണ് ഇതിന്റെ ക്യാമറ, സൂരജ് ഇയസ് ആണ് എഡിറ്റിംഗ്, നിതീഷ് രാമഭദ്രനാണ് മ്യൂസിക്. അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടൊന്നും ഇല്ലെങ്കിലും സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷെ അടുത്തിടെ വന്ന ചില പടങ്ങൾ, പ്രത്യേകിച്ച് ചില ത്രില്ലർ പടങ്ങളിലെ പോലെ ഓവർ ആയിട്ടോ അല്ലെങ്കിൽ ലൗഡ് ആയിട്ടുള്ള BGMോ സൗണ്ട് ഡിസൈൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. നമ്മുടെ ആസ്വാദനത്തെ അങ്ങനെ ബാധിക്കുന്നില്ല ഇതിന്റെ സൗണ്ടും മ്യൂസിക്കും ഒന്നും. സുഹാസ് ഷെട്ടിയാണ് ഇതിന്റെ കഥ. സുഹാസ് ഷെട്ടിയും സംവിധായകനും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത്. ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമുക്കൊരു സംശയം തോന്നിക്കുന്ന വിധത്തിൽ കൺവിൻസിംഗ് ആക്കുന്നതിൽ ഒരല്പം പ്രശ്നം എനിക്ക് ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പടത്തെ കുറിച്ച് തോന്നിയത്. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് ത്രില്ലറാണ് ദ റൈഡ്. അതിഗംഭീരമെന്നോ അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കണ്ടാലും നിങ്ങൾക്ക് അങ്ങനെ വലിയ നഷ്ടം തോന്നിയില്ല. പടം കഴിഞ്ഞ ആഴ്ച ആണ് തിയേറ്ററുകളിൽ റിലീസ് ആയതെങ്കിലും ഞാൻ ഇന്നാണ് കണ്ടത്. ഞാൻ ആക്ച്വലി ഇത് ഇന്ന് കാണണമെന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല. കോട്ടയത്ത് പോയപ്പോൾ വേറെ കാര്യത്തിന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി കയറിയതാണ്. കോട്ടയം രമ്യ തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഒരു കൂത്തറപ്പടം കാണാൻ പോയതിന് പകരം ഇത് കണ്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി പടം കണ്ടു കഴിഞ്ഞപ്പോൾ. ഈ പടത്തിനാണെങ്കിൽ ഷോ കുറവാണ്, ഉള്ള ഷോയ്ക്ക് ആളും കുറവാണ്. എങ്കിലും രണ്ടാമത്തെ ആഴ്ചയിൽ പടം ഓടുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. മിക്കവാറും OTTയിൽ റിലീസ് ആയി കഴിയുമ്പോൾ ഈ പടത്തെ കുറിച്ച് കൂടുതൽ അപ്രിസിയേഷൻ വരും, കൂടുതൽ ചർച്ച വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 മണിക്കൂർ 40 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല. പക്ഷെ ഇതിന്റെ ഒരു തീം കുട്ടികൾക്കായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. സോ അവരെ കാണിക്കാതിരിക്കുകയായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.